ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ മാരേജിന് ശേഷമുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. മാരേജിന് ശേഷം എങ്ങനെ ഹാപ്പി ലൈഫ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് പറയുന്നത്. അതിന് ഹാപ്പി ലൈഫായിട്ട് ഇരിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കാരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ രണ്ട് കാരണങ്ങൾ ഇവിടെ പറയുന്നത്, രണ്ട് കാര്യങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ലൈഫ് ലോങ് എന്തെങ്കിലും ഹാപ്പി ലൈഫ് ആയിക്കാരം വിത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഹസ്ബൻഡും ഭാര്യയും തമ്മിൽ എന്താണ് നല്ലൊരു ഫ്രണ്ട്ലി ബന്ധമായിരിക്കണം കേട്ടോ. ഭർത്താവിനുള്ള അധികാരം നമ്മോട് കാണിക്കാൻ പറ്റരുത്. ഭാര്യ എന്നുള്ള ആ ഒരു മുറുക്കിപ്പിടുത്ത ഭർത്താവിൻ്റെ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകരുത് കേട്ടോ. രണ്ടാളെന്തെങ്കിലും ഒരു ഫ്രണ്ട്സായ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്, അത് ലൈഫ് ലോങ് ആ ബോണ്ട് നിലനിൽക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടായാലും നമുക്ക് ആദ്യം പറയാൻ തോന്നുന്നത് നമ്മുടെ ഹസ്ബൻഡിനോടാണ് കേട്ടോ. അത് കേൾക്കാൻ ഉള്ള ഒരു മനസ്സ് ഹസ്ബൻഡിന് വേണം. അങ്ങനത്തെ ഒരു ജീവിതമാണ് പറയുന്നത്, അങ്ങനത്തെ ഒരു ഇത് വേണം കേട്ടോ. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും കേൾക്കുക, നമ്മൾ ഭാര്യമാർ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള ആ ഒരു മനസ്സും, അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം പറയാനും, സന്തോഷം ഉണ്ടെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അതേപോലെ ഇങ്ങോട്ടും വേണം കേട്ടോ. ഭർത്താവിന് എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം വന്ന് പറയേണ്ടത് സ്വന്തം ഭാര്യയോടാണ് കേട്ടോ. ഭാര്യ അനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, നമുക്കൊരു ഇപ്പം ഇന്ന് നേരം വെളുത്തല്ല നമുക്ക് എന്തെങ്കിലും ദുഃഖം തോന്നണം, ഒരു ദുഃഖം തോന്നുന്ന സമയത്ത് നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണം. ആ ഒരു ദുഃഖം തോന്നുന്ന സമയത്ത് ആദ്യം നമ്മളെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട മുഖം നമ്മളെ ഹസ്ബൻഡായിരിക്കണം. തിരിച്ച് ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിൽ തെളിഞ്ഞു വരേണ്ട മുഖം ഭാര്യയുടേതാണ് കേട്ടോ. അല്ലാതെ പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പോ കുടുംബക്കാരേറ്റൊന്നല്ല നമ്മളെ കാര്യങ്ങൾ പറയേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടല്ലോ, അത് ലൈഫ് ലോങ്. കല്യാണം കഴിക്കുന്ന സമയത്ത് തറവാട് നോക്കും, സൗന്ദര്യം നോക്കും, വിദ്യാഭ്യാസം നോക്കും, എല്ലാം നോക്കൂലേ, സമ്പത്ത് നോക്കും, എല്ലാം നോക്കൂലേ. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താവും, അതിലൊക്കെ ഒരു മടുപ്പ് വരും കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസം ഓക്കെ നല്ലതാണ്, സാമ്പത്തിക നിലനിർത്താനും ജോലി കിട്ടാനും അതേപോലെ കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാം വിദ്യാഭ്യാസം ഓക്കെയാണ്. സമ്പത്തായാലും കുറച്ച് കഴിഞ്ഞാൽ എന്താവും, നമുക്കെല്ലാം ആഗ്രഹിച്ചെല്ലാം കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞാൽ മടുക്കുമല്ലോ. ഒരു 50 വയസ്സൊക്കെ ആയാൽ നമുക്ക് എല്ലാവരും ഒരു മടുപ്പ് വരും കേട്ടോ. സെക്സ് പരമായിട്ടായാലും നമുക്കൊരു മടുപ്പ് വരും. അതേപോലെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണോ ആണ് അങ്ങനെയൊക്കെ ആണെങ്കിലും മസിലുള്ളതാണ്, എന്തായാലും നമുക്ക് ഏത് കാര്യത്തിലായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് വരും കേട്ടോ. ഒരു 40, 50, 60 വയസ്സുകളിലൊക്കെ ആ ഒരു സമയമാകുമ്പോഴത്തേന് എല്ലാറ്റിനോടും ഈ ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിനോടും നമുക്കൊരു മടുപ്പ് വരും. മടുപ്പ് വരാത്ത ഈ ഒരേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നിലനിർത്തണം കേട്ടോ. നമുക്ക് വയസ്സായാലും നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്തായാലും നമ്മളെ കൂടെ നമ്മളെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുമിച്ചുള്ള ആ ഒരു സംസാരം കളിയും ചിരിയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിൻ്റെ വലിയ വഴക്കവും തിരക്കും തെറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകുകയും ചെയ്യും കേട്ടോ. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകും കേട്ടോ. അതാണ് അപ്പോൾ നമ്പർ 1 ഞാൻ പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തട്ടെ. അപ്പോൾ നമ്മൾ കപ്പിൾസിൻ്റെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക, അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തയ്യാറാവണം കേട്ടോ. രണ്ട് ടീമും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തയ്യാറാവണം കേട്ടോ. നമുക്ക് നമ്പർ 2 പറയാനുള്ളത് സപ്പോർട്ടിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ട് നിൽക്കുക, നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ട് നിൽക്കുക, പക്ഷെ നമുക്കറിയില്ല നമുക്ക് ആ ഒരു കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് ചിലർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഭർത്താവിന് ഏകദേശം ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യണം, അവളെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചോ. കുക്കിങ്ങിലാണ് നിൽക്കുക, അപ്പോൾ കുക്കിങ്ങിൽ എനിക്ക് കഴിവുണ്ട്, ഇഷ്ടമുള്ള കുക്ക് ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ആ ഭാര്യയ്ക്ക് എന്താവും, അതിൽ സന്തോഷം കിട്ടില്ല. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ജോലിക്ക് പോകാനോ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ടാലൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ എന്താ പറയുക, അതിനെ മെയിൻ ചെയ്യാതിരിക്കത്തില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ഭർത്താവിനും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്ന് വെച്ചാൽ അത് ക്യാച്ച് ചെയ്യാൻ ഈ ഭാര്യയ്ക്ക് കഴിക്കണം. എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സപ്പോർട്ടിങ് കൊടുക്കണം കേട്ടോ. ഏത് കാര്യത്തിലായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ ഞാൻ ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം രണ്ട് ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ലൈഫ് ലോങ് ഹാപ്പി ലൈഫ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയ 2 ബോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്താ ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക, എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തട്ടോ. അതേപോലെ തന്നെ രണ്ടാമതാണ് സപ്പോർട്ടിങ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സപ്പോർട്ടീവ് മൈൻഡ് ആയിരിക്കണം കേട്ടോ. രണ്ട് ടീമും രണ്ടാളും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം, ഭർത്താവ് ഭാര്യയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്കാരം ആ ജീവിതം അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനോട് മടുപ്പ് തോന്നും കേട്ടോ.
സ്വാഭാവികം അല്ല, എല്ലാറ്റിനും നമുക്കിങ്ങനെ മനസ്സിൽ ചിന്തകൾ വന്നു തുടങ്ങും, നമുക്കൊക്കെ മരിക്കാരായി എന്നുള്ള ആ ഒരു ചിന്ത അങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള ഒരു ജീവിതത്തിനോടൊക്കെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ ആ മനസ്സിൽ ഇങ്ങനെ ഒരു പേടി വരുന്ന സമയത്ത് നമുക്ക് ധൈര്യം തരാനും നമ്മളെ പാർട്ണർ ഒപ്പം ഉണ്ടെങ്കിൽ എന്തായി അതൊരു ധൈര്യവും ഒരു സന്തോഷവുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷവും ധൈര്യമൊക്കെ എന്ത് ചെയ്യുക എന്നും നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ലൈഫ്.